ഈ ചാക്കുള്ളതൊക്കെ കഴിഞ്ഞ വർഷം ഇഞ്ചി നട്ട ഗ്രോ ബാഗുകളാണ്. അതന്ന് ചാക്കിൽ നിറച്ചു വെച്ചായിരുന്നു. ഇതൊക്കെയാണ് ഗ്രോ ബാഗുകൾ. അപ്പൊ നമ്മള് ഈ വർഷവും ഇഞ്ചിയൊക്കെ നട്ടു തുടങ്ങാനായിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് പറ്റിയ ഗ്രോ ബാഗുകളൊക്കെ എടുക്കണം. ചില ഗ്രോ ബാഗൊക്കെ കഴിഞ്ഞ വർഷം നമ്മള് പറിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ കീറിപ്പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇതിന് ഒഴിവാക്കണം. എന്നൊക്കെ എല്ലാം കൂടെ വാരി ഇട്ടായിരുന്നു. ഇത് ഒഴിവാക്കിയിട്ട് നല്ല ഗ്രോ ബാഗ് മാത്രം എടുക്കും വേണം. അതുപോലെ തന്നെ കുറച്ച് പുതിയ ഗ്രോ ബാഗ് വാങ്ങിയിട്ട്, ഇതൊക്കെ ഈ വർഷം കുറച്ച് പുതിയത് വാങ്ങിയതാണ്. ഒരു 10-20 ഗ്രോ ബാഗ് പുതിയത് വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരു 3-4 വർഷമൊക്കെ ആയ ഗ്രോ ബാഗ് ഉണ്ട്. ഇതൊക്കെ കുറച്ച് കൂടുതൽ വർഷം ആയതാ. അപ്പൊ അതിന് പറ്റില്ല, കീറിപ്പോയിട്ടുണ്ട് ഇഞ്ചി പറിച്ചെടുത്ത സമയത്ത്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് അതിന് പകരം ഈ പുതിയ ഗ്രോ ബാഗിലും കൂടെ ആക്കിയിട്ടാണ് ഇപ്രാവശ്യം ഇഞ്ചി നട്ടു കൊടുക്കുന്നത്. ഇപ്രാവശ്യം വാങ്ങിച്ച പുതിയൊരു ഗ്രോ ബാഗാണിത്. നല്ല സീറ്റിംഗ് ഉള്ള ഗ്രോ ബാഗാണ്. ഇപ്പൊ കമ്പനി തരുമ്പോൾ തന്നെ നല്ല സീറ്റിംഗ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം വെക്കുമ്പോഴൊക്കെ കറക്റ്റ് വീഴാതെ കിട്ടും. അപ്പൊ ആദ്യം ഇതിൽ ചെയ്യേണ്ട എല്ലാ ഗ്രോ ബാഗും നമുക്ക് നിറയ്ക്കണം. അപ്പം ഒന്നിൽ നിറയ്ക്കുന്നത് കാണിച്ചു തരാം. നമ്മൾ ഇതിലേക്ക് ഇനി ആദ്യം തന്നെ കരിയിലിടണം. ഗ്രോ ബാഗിലാണെങ്കിലും മൺചട്ടിയിലാണെങ്കിലും ആദ്യം തന്നെ നമ്മൾ കരിയിലിട്ട് വെക്കണം. അപ്പം ചാക്കിൽ നടുകയാണെങ്കിൽ ചാക്കിലൊക്കെ നമ്മൾ കപ്പയൊക്കെ നട്ടി നെല്ലത്തിൽ നമ്മൾ ആദ്യം ഇടുന്നത് കരിയിലാണ്. അപ്പം ഇതുപോലെ കരിയില അടിഭാഗത്ത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. നമുക്ക് കരിയില ധാരാളം ഉണ്ട്. ഫാമിലെ ആടുകൾക്കൊക്കെ പ്ലാവിൽ വെട്ടിക്കൊടുന്നതിന്റെ ബാക്കി വരുന്ന ഇലകളാണ് ഇപ്പോൾ ഈ കരിയിലായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പം ഏകദേശം നല്ല രീതിയിൽ തന്നെ കരിയില ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മണ്ണ് നിറയ്ക്കണം. നിറയ്ക്കാനുള്ള മണ്ണ് ഈ ഷീറ്റിൽ മൂടി വെച്ചാണ്. മഴയൊക്കെ കാരണം നനഞ്ഞു പോകുന്നതുകൊണ്ട് ഇതുവരെ മൂടി വെച്ചതാണ്. പക്ഷെ 15 ദിവസമായി നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് ആദ്യം തന്നെ ചെയ്തത് മണ്ണും നല്ല രീതിയിൽ മണൽ വേണം. ഗ്രോ ബാഗിലൊക്കെ നിറയ്ക്കുമ്പോഴൊക്കെ നല്ല മണൽ വേണം. മണ്ണും മണലും കുമ്മായും കൂടെ നല്ല മിക്സ് ചെയ്ത് വെച്ചു. പക്ഷെ 10 ദിവസത്തിന് ശേഷം നമ്മൾ ജൈവവളമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ വേപ്പ് പിണ്ണാക്കും എല്ലുപൊടിയും ചേർത്തിട്ടുണ്ട്. അത് നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 ദിവസമായി. വേപ്പ് പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ നമ്മൾ 10 ദിവസത്തിന് ശേഷമാണ് ചെയ്തത്. കുമ്മായ ഇട്ടതുകൊണ്ട് ഒരു 10 ദിവസം വേണം ഇതൊക്കെ ഈ മണ്ണിൽ ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് ചേർത്ത് വെച്ച നല്ലൊരു കൂട്ടായിട്ടുണ്ട്. ഇപ്പോൾ നല്ല പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടച്ചു വെച്ചുകൊണ്ട് തന്നെ മണ്ണിന്റെ കട്ടകളല്ല നല്ല പൊടിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഇനി ഇതിലേക്ക് നിറയ്ക്കാം. മണൽ നല്ല വേണം. നമ്മൾ എന്ത് നിറയ്ക്കുകയാണെങ്കിലും ചട്ടിയിലാണെങ്കിലും ഗ്രോ ബാഗിലൊക്കെ നിറയ്ക്കുമ്പോൾ കൂട്ടത്തിൽ മണൽ നല്ല രീതിയിൽ ചേർക്കണം. വേരോട്ടം കിട്ടാനാണ്. മണ്ണ് കൂടുതലായി കഴിഞ്ഞാൽ ഇത് കുറച്ചു പോകും. എല്ലുപൊടി വേപ്പിണ്ണാക്കൊക്കെ പിടിച്ചുകൊണ്ട് വേറെ ജൈവവളമൊന്നും പിന്നെ ഇതിൽ ചേർത്തിട്ടില്ല. നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുഴുവനായിട്ട് നിറയ്ക്കരുത്. ഏകദേശം 3/4 ഭാഗം നിറച്ചാൽ മതി. ബാക്കി നമ്മൾ ഇതിന് കൊടുക്കുന്ന വളമൊക്കെ ഇതിൽ പിന്നെ കൊടുക്കേണ്ടതുകൊണ്ട് മോൾ ഭാഗത്താണ് പിന്നെ എല്ലാ വളങ്ങളും ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ സമയത്തൊക്കെ മോൾ ഭാഗത്ത് ഇനി മണ്ണിട്ട് കൊടുക്കും വളം ഇട്ട് കൊടുക്കുന്നതുകൊണ്ടൊക്കെ കൂടുതൽ മുകളിലോട്ട് വരും. അപ്പോൾ ഒരു ഏകദേശം 3/4 ഭാഗം മതി. ഇത്ര നിറച്ചിട്ടുണ്ട്. ഇത് ഇളക്കുന്നതല്ലാണ്. കുറച്ചുകൂടി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മണ്ണിടാം. അപ്പോൾ കുറച്ച് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ അളവിലൂടെ മണ്ണിട്ട് കൊടുക്കണം. മണ്ണ് ആദ്യം കൂട്ടി വെച്ചുകൊണ്ട് അവിടെ നല്ല വെയിലാണ്. അപ്പോൾ തണലത്തോട്ട് വെച്ചിട്ടാണ് നിറയ്ക്കുന്നത്. ഇവിടെ വെക്കാം. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇതിന് വിത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ മാന്തി കൊക്കറമാന്തി ഞങ്ങൾ പറയാം ഇതുണ്ട്. ഇത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ചെറിയൊരു കുഴി എടുക്കണം. ഇതിൽ മറ്റേ പുറത്തൊക്കെ ഇഞ്ചി നടുന്ന പോലെ തന്നെ അതുപോലെ ചെറിയ കുഴി എടുത്തിട്ടുണ്ട്. അപ്പൊ വിത്തുകൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വിത്ത് നമ്മൾ മരുന്നൊക്കെ മുക്കി വെച്ചാണ്. സാഫിൽ മുക്കി വെച്ച വിത്തുകളാണ് ഇതൊക്കെ. ഇത് പഴക്ക് പൊട്ടിച്ച് ഒഴിവാക്കിയതാണ്. ഇതൊക്കെ കഴിഞ്ഞ വർഷം ഗ്രോ ബാഗിൽ നട്ടതാട്ടോ. ഇതൊക്കെ മുഴുവനായിട്ടും നട്ട് നമ്മൾ കുറച്ചൊക്കെ വിത്തിന് വേണ്ടി വിറ്റു. ബാക്കി നമുക്ക് ഇതിൽ നടാനുള്ള വിത്ത് മാത്രം എടുത്തു വെച്ചിട്ടുള്ളൂ. ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷം നട്ട തോട്ടത്തിൽ നട്ട ഇഞ്ചി കളച്ചിട്ടില്ല. ഇഞ്ചിക്ക് ഇപ്പോൾ കുറച്ച് വില കുറവാണ്. അതുകൊണ്ട് ഈ വർഷം അത് കളച്ചിട്ടില്ല. ഇനി നമ്മൾ ഓണത്തിനോട് അടുപ്പിച്ച് വില വരികയാണെങ്കിൽ അപ്പൊ കളയ്ക്കാൻ തിരിച്ചു. അപ്പൊ ഗ്രോ ബാഗിൽ മാത്രം ഈ വർഷം നടുന്നുള്ളൂ. മറ്റേത് പുറത്തുള്ളത് കളയ്ക്കാത്തതുകൊണ്ട് അത് ഇപ്രാവശ്യം നടുന്നില്ല. ഇപ്രാവശ്യം ഇഞ്ചി നടലില്ല, മഞ്ഞൾ മാത്രമേ നട്ടിട്ടുള്ളൂ. അപ്പൊ ഈ വിത്ത് പൊട്ടിച്ചെടുത്തിട്ട് മരുന്ന് മുക്കിയതാണ്. നമ്മൾ സാഫിൽ മുക്കിയതാണ്. പല അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ചെറിയ കേടുകളൊക്കെ വരും, എല്ലക്കേട് വരും. അതുപോലെ നമ്മൾ അറിയാതെയുള്ള പുഴുകളൊക്കെ ഇതിനുള്ളിലുണ്ട്. അവർക്കൊന്ന് ചത്തു പോകാനായിട്ട് നമ്മൾ സാഫിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇത് പിന്നെ അതിന് പഴക്കം ഒഴിവാക്കിയാണ്. ഇതിന് വീട്ടിലെ ആവശ്യത്തിനൊക്കെ എടുക്കാം. ഇത് കഴിഞ്ഞ വർഷം വന്നതിൽ തന്നെ ചുരുങ്ങിപ്പോയതും അങ്ങനെ വലിയ കേടല്ല, നമുക്ക് നടാൻ പറ്റാത്തതാണ്. ഇത് വീട്ടിലെ ആവശ്യത്തിനൊക്കെ എടുക്കാം. ഇനി കുഴിയിലോട്ട് ഇതുപോലെ പീസ് വെച്ച് കൊടുക്കും. കുറച്ച് വലിയ പീസാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ തോട്ടത്തിൽ നടുമ്പോൾ ഇതിലും കുറച്ച് ചെറുതാണ്. ഗ്രോ ബാഗിലായതുകൊണ്ട് കുറച്ച് വലിയ പീസ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ കുറച്ച് ജൈവവളം ഇടണം. അത് ആട്ടിൻകാഷ്ടാണ് ഇടുന്നത്. ആട്ടിൻകാഷ്ടം നമ്മൾ ട്രോളിയിലൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ആട്ടിൻകാഷ്ടം ഒരു പിടി ഇതുപോലെ ഇട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മാന്തി വെച്ച മണ്ണൂടെ ഒന്ന് ജസ്റ്റ് തട്ടി കൊടുക്കും. ഇതൊക്കെ നമ്മൾ തോട്ടത്തിലൊക്കെ നടുന്ന രീതിയിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. നടുന്നൊക്കെ ജൈവവളമൊക്കെ ഇടുന്നത് ഇതുപോലെ വിത്ത് വെച്ചതിന് മുകളിലാണ്. അതിന് മുകളിൽ നല്ല ഓപ്പൺ സ്ഥലത്താണ് കൊണ്ടുവെക്കുന്നത്.
ഗ്രോ ബാഗിലൊക്കെ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് വെച്ചാൽ മാത്രമേ നല്ല കണ പൊട്ടിയിട്ട് ഇഞ്ചി ഉണ്ടാവുള്ളൂ. ഇത്രയും ഭാഗം എപ്പോഴും ഒഴിവാട്ടോ. അത് മറ്റു വളങ്ങളൊക്കെ ഇനി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് നിറഞ്ഞു വരും. പിന്നെ ഇഞ്ചിയുടെ വിത്ത് മോൾ ഭാഗത്തോട്ട് വരുന്നതുകൊണ്ട് വളപ്രയോഗമൊക്കെ നമ്മൾ മേലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് കിട്ടാനൊക്കെ ഇത്ര ഗ്യാപ്പ് ഇട്ടുള്ളത്. ഇതിന് മുകളിൽ നമ്മൾ കുറച്ചും കൂടെ കരിയിലിടുന്നുണ്ട്. കുറച്ച് കരിയില ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ പുറത്ത് വെക്കുന്ന സമയത്തൊക്കെ ഇപ്പം വേനൽ മഴ ഉണ്ട്, ഇടയ്ക്കൊക്കെ മഴയാണ്. ഈ കുറച്ച് ദിവസം കൂടെ ഈ മഴ പിടിക്കും. അപ്പം അതിന് മുന്നേ ഒക്കെ മഴ ഇടയ്ക്ക് പെയ്യുകയാണെങ്കിൽ ഈ വിത്തെല്ലാം മണ്ണിൽ വെള്ളം തട്ടിയിട്ട് പൊന്തി വരും. അങ്ങനെ വരാതെക്കാനും പിന്നെ കളയൊന്നും ഇപ്പോഴും എന്തായാലും മണ്ണ് മിക്സ് ചെയ്തിൽ ചെറിയ കളകളൊക്കെ വരും, വിത്തൊക്കെ വീണിട്ടുണ്ടാകും പല കളകളുണ്ട്. അപ്പോൾ അതൊന്നും വരാതിരിക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ കുറച്ച് നമ്മൾ ചപ്പ് ഇഞ്ചിക്കൊക്കെ തോട്ടത്തിൽ നടുന്ന സമയത്ത് ചപ്പ് വെച്ച് കൊടുക്കുന്ന പോലെ ഇതുപോലെ കരിയിലിട്ട് വെക്കുക. ഇത്ര മതി ഒരു ഗ്രോ ബാഗ് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ പെട്ടെന്ന് നിറയ്ക്കണം. ഇതൊക്കെ ഉമ്മയൊക്കെ ഇന്നലെ കരിയില നിറച്ച് വെച്ചതാണ് പുതിയ ഗ്രോ ബാഗിൽ. പഴയത് പിന്നെ എടുത്തിട്ടേ ഉള്ളൂ. ഇതൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ പെട്ടെന്ന് തന്നെ മണ്ണ് നിറച്ച് നല്ല മിക്സ് ചെയ്ത് ഇതുപോലെ വിത്തിട്ട് വെക്കണം. പക്ഷേ ഒരു 50ഓളം ഗ്രോ ബാഗ് നമുക്ക് നിറയ്ക്കാനുണ്ട്. ഇനി പെട്ടെന്ന് ആ പരിപാടിയിലേക്ക് പോകും. എല്ലാ ഗ്രോ ബാഗിലും മണ്ണ് നിറച്ച് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് നടുന്നില്ല, നമ്മൾ കൊണ്ടുവെക്കുന്ന സ്ഥലത്ത് വെച്ചാണ് നടുന്നത്. അപ്പം കാപ്പിയൊക്കെ ഇടുന്ന കളത്തിലാണ് കൊണ്ടുവെക്കുന്നത്. അപ്പം അങ്ങോട്ട് കൊണ്ടുപോവാണ്, അവിടുന്ന് നടാം. അപ്പം മണ്ണ് മാത്രം നിറച്ച ഗ്രോ ബാഗുകൾ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകും. ഇവിടുന്ന് നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് തന്നെ പോകണ്ട ഏതായാലും. അപ്പം അവിടെ കൊണ്ടുപോയിട്ട് അവിടുന്ന് നടാം. ഇവിടെയാണ് നമ്മൾ വെക്കുന്നത്. നമ്മൾ കാപ്പിയൊക്കെ ഇടുന്ന കളാണ്, അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നല്ല ഓപ്പൺ സ്ഥലമായതുകൊണ്ട് നല്ല വെയിൽ കിട്ടും. ഇവിടെ കൊണ്ടുവച്ചതിൽ നട്ട് വരുന്നുണ്ട്. വലിയ പീസ് ഇഞ്ചി മാത്രമേ ഒന്ന് നടുന്നുള്ളൂ ഒരു ഗ്രോ ബാഗിൽ. അല്ലാത്തതിൽ നമ്മൾ ചെറിയ പീസാണെങ്കിൽ 2 പീസ് വെച്ച് കൊടുക്കുന്നത്. ഇതൊക്കെ 2 പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 2 സൈഡിലും വെച്ചിട്ടാണ് നട്ടു കൊടുക്കുന്നത്. നല്ല വലിയ പീസാണെങ്കിൽ മാത്രം ഒന്ന് വെച്ച് കൊടുക്കുന്നത്. ഇതൊക്കെ വലിയ ഗ്രോ ബാഗ് ആയതുകൊണ്ട് പക്ഷെ 2 പീസ് തന്നെ വെക്കാം. എന്നാലും വലിയ വിത്ത് നമ്മൾ ഒന്നേ വെക്കുന്നുള്ളൂ. ഇതുപോലെ നട്ട് വരികയാണ്. ഇവിടെ വെച്ച് നടുന്നതുകൊണ്ട് എളുപ്പമായി കിട്ടും. മറ്റേത് അവിടുന്ന് നട്ട് കൊണ്ടുവരുമ്പോൾ ഇത് എടുക്കുന്ന സമയത്തൊക്കെ വിത്ത് ഇളകിപ്പോകും. ഇടയ്ക്ക് ചെറിയ ഗ്രോ ബാഗ് ഉണ്ട്. ഇതൊക്കെ ചെറിയ ഗ്രോ ബാഗാണ്. കഴിഞ്ഞ വർഷം നട്ട് ചെറിയ ഗ്രോ ബാഗ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇതിന്റെ 2 വലിയ ഗ്രോ ബാഗ് 4 എണ്ണത്തിന്റെ നടുക്കായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലൊക്കെ ചെറിയ വിത്ത് ഇടാൻ പറ്റുള്ളൂ, വലിയ വിത്ത് വെക്കുന്നില്ല. അങ്ങനത്തെ ചെറിയ ഗ്രോ ബാഗും കുറച്ച് നിറച്ചിട്ടുണ്ട്. അതും ഈ ഗ്യാപ്പിൽ കൊടുന്ന് വെക്കുന്നുണ്ട്. ഗ്രോ ബാഗിൽ ഇഞ്ചി നടുന്നതുകൊണ്ടുള്ള മെച്ചം എന്ന് വെച്ചാൽ അസുഖം കുറവായിരിക്കും. നമുക്ക് പുറത്തൊക്കെ നടുന്ന സമയത്ത് മഹാളിയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവും. ഇതിൽ ഒരു ഗ്രോ ബാഗിൽ അസുഖം വന്നാൽ ആ ഗ്രോ ബാഗ് എടുത്ത് മാറ്റി വെച്ചാൽ മതി, അസുഖം എല്ലാത്തോടും വരില്ല. അങ്ങനെ രോഗങ്ങളൊന്നും സ്പ്രെഡ് ആവില്ല. അത് വലിയൊരു ഗുണമാണ് ഗ്രോ ബാഗിൽ ചെയ്യുമ്പോൾ. നമ്മൾ മരുന്നൊക്കെ മുക്കിയാലും ഈ മഹാളിയൊക്കെ വരും. വെള്ളക്കേട് മഹാളിയൊക്കെ മരുന്നൊക്കെ മുക്കിയാലും വരും. അത് തോട്ടത്തിൽ നടുന്ന സമയത്തൊക്കെ വരാറുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് ഒരു ഗ്രോ ബാഗിന് ഒരു 1.5 കിലോയ്ക്ക് അടുത്ത് വരെ ഇഞ്ചി കിട്ടിയിരുന്നു. ഈ പ്രാവശ്യം 2 കിലോ എങ്കിലും പിടിക്കണം. അത്രയും കെയർ ചെയ്ത് നല്ല വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 കിലോ തന്നെ കിട്ടും. കഴിഞ്ഞ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ട് 1.5 കിലോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഗ്രോ ബാഗിന്. പിന്നെ ചെറിയ ഗ്രോ ബാഗ് ആയിരുന്നു കൂടുതൽ നട്ടിരുന്നത് കഴിഞ്ഞ വർഷം. ഈ വർഷം വാങ്ങിച്ച പുതിയ ഗ്രോ ബാഗൊക്കെ വലിയ ഗ്രോ ബാഗാണ്. ഇതൊക്കെ ഒറ്റ ഒന്നായതുകൊണ്ട് വലുത് ഒറ്റ ഒരു പീസ് വെച്ച് കൊടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ ചെറിയ പീസ് സൈഡിൽ വെച്ച് കൊടുക്കുക. സാധാ മണ്ണിലൊക്കെ തോട്ടത്തിലൊക്കെ നടന്നതിലും ഇരട്ടി വിളവ് ലഭിക്കുന്നുണ്ട് ഗ്രോ ബാഗ് ചെയ്യുമ്പോഴൊക്കെ. നല്ല വെയിലായതുകൊണ്ട് നട്ടതിന് പുറമെ തന്നെ നമ്മൾ വളം ഇട്ട് കൊടുത്ത് സ്പീഡിൽ തന്നെ ചെയ്യാം. ഉച്ചയ്ക്ക് ശേഷമൊക്കെ മഴ ഉണ്ടാവും. മഴ വരുന്നതിന് മുന്നേ ഇതിലൊക്കെ ഇനി കരിയിലൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കണം. ഇങ്ങനെയൊക്കെ ഇഞ്ചി നടുമ്പോൾ ഒരു ഗുണം, നടുന്ന സമയത്ത് ചെറിയൊരു മെനക്കേട്. ഞങ്ങളിപ്പോൾ ഇന്നൊരു മെനക്കേടേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ നമുക്കൊരു മെനക്കേടും ഇല്ല. പിന്നെ വളമൊക്കെ നമ്മൾ മോൾ ഭാഗത്തോട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. മറ്റൊരു പുറത്ത് നടുമ്പോൾ കള പറിക്കണം, അരിക്ക് കയറ്റണം, 2 വളരുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് പണി വരും. ഗ്രോ ബാഗിൽ ഒരു ചെയ്യുന്ന ഒറ്റ സമയത്തുള്ള പണി കഴിഞ്ഞാൽ പിന്നെ ഒന്നും അത്ര ബുദ്ധിമുട്ടില്ല. പുറത്തുള്ളതിനെക്കാട്ടും തോട്ടത്തിലൊക്കെ നടന്നതിലും വിളവും കൂടുതൽ ലഭിക്കും. പിന്നൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ കളത്തിൽ വെച്ചത് ഏകദേശം ഡിസംബർ മാസം ആകുമ്പോൾ നമുക്ക് കാപ്പിയുടെ വിളവെടുപ്പ് തുടങ്ങും. നമുക്ക് കള ഒഴിവാക്കണം. ആ സമയത്ത് ഏകദേശം ഇഞ്ചി പാകമായി തുടങ്ങിയിട്ടുണ്ടാവും. നമുക്ക് ഒരു വേറെ സ്ഥലത്തൊക്കെ എടുത്ത് മാറ്റി വെക്കാം. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കളത്തിൽ വെച്ച് ഇഞ്ചി ഏകദേശം തോട്ടത്തിന്റെ ഭാഗത്ത് കൊണ്ടുപോയി കൂട്ടി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഏകദേശം വളർച്ച ആയിട്ടുണ്ടാവും. അവിടുന്ന് അങ്ങോട്ട് പറിച്ചെടുക്കുന്നവരെ മാത്രം ഇഞ്ചി ഒന്ന് മാറ്റി വെച്ച് കൊടുത്താൽ മതി. അങ്ങനെയൊക്കെയുള്ള മെച്ചങ്ങൾ ഗ്രോ ബാഗിലുണ്ട്. നമ്മൾ ചെറുത് ഇതുപോലെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ 4 ഗ്യാപ്പിൽ ഓരോന്ന് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് അടുത്താണ് വെച്ചിട്ടുള്ളത്. ഇനി കണ പൊട്ടുന്ന സമയത്ത് മഴക്കാലൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ വിട്ടുവെക്കാം. നമ്മൾ കള ഉപയോഗിക്കുന്നില്ലല്ലോ, അപ്പോൾ കുറച്ചുകൂടെ വിട്ടുവെക്കാം. എന്നാൽ മാത്രമേ നല്ല കണ പൊട്ടിയിട്ടുണ്ടാവുള്ളൂ. കണ പൊട്ടുന്ന സമയത്ത് തിങ്ങിക്കഴിഞ്ഞാൽ കണപൊട്ടൽ കുറയും. അപ്പോൾ ആ സമയത്ത് നമ്മളൊന്ന് വിട്ടുവെക്കും. ഇപ്പോൾ നമ്മൾ വിത്ത് മാത്രം വെച്ച് മുള വരുന്നവരെ കുറച്ച് അടുപ്പിച്ചാണ് വെക്കുന്നത്. ഏകദേശമൊക്കെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിറയ്ക്കാനുള്ളൂ.
ഇത്രയും ഗ്രോ ബാഗുകളൊക്കെ ഇപ്പം നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാത്തിലും ഇനി കരിയില വെച്ച് പോവാം. ചെറിയ ഗ്രോ ബാഗിൽ കുറച്ച് നടാനുണ്ട്, അപ്പം നട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ളതിലൊക്കെ ഇതുവരെ കരിയില വെച്ച് പോകാൻ. അപ്പം ഞങ്ങൾ തന്നെ കഴിഞ്ഞ വർഷം 30 ഉള്ളത് ഈ വർഷം 50 ആക്കിയിട്ടുണ്ട്. നല്ല വിളവ് കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ പ്രാവശ്യം കൂടുതൽ ചെയ്തത്. അതിന് കൂടുതൽ ചെയ്യാൻ ഇവിടെ സ്ഥലം പരിമിതി ഉണ്ട് ഞങ്ങൾക്ക് കളത്തിൽ വെക്കാനൊക്കെ. അപ്പം കളത്തിന് ബാക്കി ഭാഗങ്ങൾ കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ച് കൊടുക്കാണ്ട്, അതുകൊണ്ടാണ്. സ്ഥല സൗകര്യം ഇല്ലാത്തവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കൃഷിയാണ് ഗ്രോ ബാഗിലൊക്കെ ഇഞ്ചി കൃഷി. നമ്മളെല്ലാവരും ആവശ്യത്തിന് ഇഞ്ചി കടയിൽ നിന്നൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ്. അപ്പം അതിൽ എത്രയും മെച്ചാണ് നമ്മൾ ഇതുപോലെ വീട്ടിൽ ചെയ്യുകയാണെങ്കിലൊക്കെ. അധികം സ്ഥല സൗകര്യം ഇല്ലാത്തവർക്കൊക്കെ ഒരു 5-10 ഗ്രോ ബാഗ് ചെയ്യുകയാണെങ്കിൽ അവരെ വീട്ടാവശ്യത്തിനും അവർക്ക് വിൽക്കാനുള്ളതൊക്കെ ഉണ്ടാവും. ഈ വർഷം തന്നെ ഞങ്ങൾ ചെയ്തത് ഏകദേശം 15 കിലോത്തോളം വിത്ത് ഞങ്ങൾ വിറ്റിട്ടുണ്ട്, നടാനായിട്ട് വിത്ത് വിറ്റിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് ഈ വർഷം നടാനായിട്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ട് വീട്ടാവശ്യത്തിൽ ഇഞ്ചി ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ ഇഞ്ചി കൃഷി ചെയ്യുകയാണെങ്കിൽ അവരുടെ വീട്ടാവശ്യത്തിനും അതിന് പുറമെ വിൽക്കാനുള്ള ഇഞ്ചി സ്വന്തമായി ഉത്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും.